മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പാഠമാണ് ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ആത്മാഭിമാനിയായി ഇരിക്കൂ, എങ്കിൽ ബാബയുടെ ഓർമ്മ നിലനിൽക്കും. ചോദ്യം: മനുഷ്യരുടെ അടുക്കൽ ഇല്ലാത്ത ഏതൊരു ഗുപ്ത ഖജനാവാണ് കുട്ടികളായ നിങ്ങളുടെ അടുക്കൽ ഉള്ളത്? ഉത്തരം: നിങ്ങളെ ഭഗവാനാകുന്ന ബാബയാണ് പഠിപ്പിക്കുന്നത്. ആ പഠനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഗുപ്ത ഖജനാവ് നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുവോ ഭാവിയിലെ അമരലോകത്തിലേക്ക് വേണ്ടിയാണ്, അല്ലാതെ ഈ മൃത്യുലോകത്തിലേക്ക് വേണ്ടിയല്ല. ബാബ പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റ് ചുറ്റി സഞ്ചരിക്കൂ. കേവലം ഏറ്റവും ആദ്യത്തെ പാഠം ഓർമ്മിക്കൂ, എങ്കിൽ സന്തോഷത്തിൻ്റെ ഖജനാവ് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഓം ശാന്തി. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടികളെ, ആത്മാഭിമാനിയായി ആണോ ഇരിക്കുന്നത്? സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കുന്നു. നമ്മൾ ആത്മാക്കളെ പരമാത്മാ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ഈ സ്മൃതി വന്നു കഴിഞ്ഞു, നമ്മൾ ദേഹമല്ല, ആത്മാവാണ്. കുട്ടികളെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടി വരുന്നത്. കുട്ടികൾക്ക് ആത്മാഭിമാനിയായി ഇരിക്കുവാൻ സാധിക്കുന്നില്ല. കൂടെ കൂടെ ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. അതിനാൽ ബാബ ചോദിക്കുന്നു, ആത്മാഭിമാനിയായാണോ ഇരിക്കുന്നത്? ആത്മാഭിമാനി ആകുമെങ്കിൽ ബാബയുടെ ഓർമ്മ വരും. ദേഹാഭിമാനിയായി ഇരിക്കുകയാണെങ്കിൽ ലൗകിക ബന്ധുക്കളുടെ ഓർമ്മ വരും. ആദ്യം ഈ വാക്ക് ഓർമ്മ വയ്ക്കേണ്ടി വരും, ഞാൻ ആത്മാവാണ്. ആത്മാവായ എന്നിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെയും പാർട്ട് അടങ്ങിയിട്ടുള്ളത്. ഇത് ഉറപ്പിക്കണം, നമ്മൾ ആത്മാക്കളാണ്. പകുതി കൽപ്പം നിങ്ങൾ ദേഹാഭിമാനിയായി ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ തന്നെയാണ് കുട്ടികളെ ആത്മാഭിമാനിയാക്കി മാറ്റുന്നത്. സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ബാബയുടെ ഓർമ്മ വരികയില്ല. അതിനാൽ ആദ്യം ഈ പാഠം ഉറപ്പിക്കൂ, നമ്മൾ ആത്മാക്കൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ദേഹത്തിൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഒരിക്കലും പഠിപ്പിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, പാരലൗകിക പിതാവായ എന്നെ ഓർമ്മിക്കൂ, ആത്മാഭിമാനിയാകൂ. ദേഹാഭിമാനി ആകുന്നതിലൂടെ ദേഹത്തിൻ്റെ സംബന്ധം ഓർമ്മ വരും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് പ്രയത്നം. ഇത് ആരാണ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ. ബാബ വരൂ, വന്ന് ഈ ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ എന്ന് ആ ഒന്നിനെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. കുട്ടികൾക്കറിയാം, ഈ പഠനത്തിലൂടെ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി ഉയർന്ന പദവി നേടുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഈ മൃത്യുലോകത്തിൽ ഇപ്പോൾ തീർത്തും കഴിയേണ്ടതില്ല. നമ്മുടെ ഈ പഠനം തന്നെ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടിയാണ്. നമ്മൾ സത്യയുഗമാകുന്ന അമരലോകത്തിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമരമായ ബാബ നമ്മെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കണം. എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. നമ്മൾ ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ബാബ നമ്മെ പുരുഷോത്തമനാക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പുരുഷോത്തമരായി മാറും. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിന് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. സത്യയുഗത്തിൽ നിങ്ങൾ ദേവതമാരായിരുന്നു. എങ്ങനെയാണ് പടികൾ ഇറങ്ങിയതെന്ന് ഇപ്പോൾ അറിയുന്നു. നമ്മുടെ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നു. ലോകത്തിൽ ആരും തന്നെ അറിയുന്നില്ല. ആ ഭക്തിമാർഗം വേറെയാണ്, ഈ ജ്ഞാനമാർഗം വേറെയാണ്. ഏത് ആത്മാക്കളെയാണോ ബാബ പഠിപ്പിക്കുന്നത് അവർക്കറിയാം, മറ്റാരും അറിയുന്നില്ല. ഇതാണ് ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഗുപ്ത ഖജനാവ്. നിങ്ങൾ പഠിക്കുന്നത് തന്നെ
അമരലോകത്തിലേക്ക് വേണ്ടിയാണ്, അല്ലാതെ ഈ മൃത്യുലോകത്തിലേക്ക് വേണ്ടിയല്ല. ഇപ്പോൾ ബാബ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് ചുറ്റി സഞ്ചരിച്ചുകൊള്ളൂ. ഏറ്റവും ആദ്യത്തെ പാഠമായ ഇത് ഓർമ്മിക്കൂ, ഞാൻ ആത്മാവാണ്, ശരീരമല്ല. നമ്മുടെ ആത്മീയ ബാബ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദുഃഖത്തിൻ്റെ ലോകം ഇപ്പോൾ മാറേണ്ടതുണ്ട്. സത്യുഗം സുഖത്തിൻ്റെ ലോകമാണ്. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇതാണ് ആത്മീയ സ്പിരിച്വൽ നോളജ്. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവും സ്പിരിച്വൽ ഫാദറുമാണ്. അതാകട്ടെ ദേഹിയുടെ പിതാവാണ്. ബാക്കി എല്ലാവരും ദേഹത്തിൻ്റെ സംബന്ധികളാണ്. ഇപ്പോൾ ദേഹത്തിൻ്റെ സംബന്ധം ഇല്ലാതാക്കി ഒന്നിനോട് യോജിക്കണം. എൻ്റേത് ഒന്ന്, രണ്ടാമത് ആരുമില്ല എന്ന് പാടുന്നുമുണ്ട്. നമ്മൾ ഒരു ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്, ദേഹത്തെയും ഓർമ്മിക്കുന്നില്ല. ഈ പഴയ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഈ ജ്ഞാനവും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ശരീരം എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കണം. അതിനാൽ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ, തൻ്റെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കൂ. ബാബയാകുന്ന ബീജത്തെയും വൃക്ഷത്തെയും ഓർമ്മിക്കണം. ശാസ്ത്രങ്ങളിൽ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ ഉദാഹരണമുണ്ട്. കുട്ടികൾക്ക് ഇതും അറിയാം. നമ്മെ ജ്ഞാനസാഗരനായ ബാബയാണ് പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. ഇത് ഉറപ്പിക്കണം. പഠിക്കേണ്ടതുണ്ടല്ലോ. സത്യയുഗത്തിലും ദേഹധാരികളാണ് പഠിപ്പിക്കുന്നത്. ഇത് ദേഹധാരിയല്ല. ഈ ഒന്ന് പറയുന്നു, ഞാൻ പഴയ ദേഹത്തിൻ്റെ ആധാരമെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നു. കൽപ്പകൽപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കൽപ്പത്തിനു ശേഷവും ഇങ്ങനെ തന്നെ പഠിപ്പിക്കും. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഞാൻ തന്നെയാണ് പതീത പാവനൻ, എന്നെ തന്നെയാണ് സർവശക്തിവാൻ എന്ന് പറയുന്നത്. പക്ഷേ മായയും നിസ്സാരമല്ല, അതും ശക്തിവാനാണ്. എവിടെ നിന്നുമാണ് വീഴ്ത്തിയത്? ഇപ്പോൾ ഓർമ്മ വരുന്നുവല്ലോ. 84-ന്റെ ചക്രത്തിൻ്റെ മഹിമയുണ്ട്. ഇത് മനുഷ്യരുടെ മാത്രം കാര്യമാണ്. മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് വളരെ പേർ ചോദിക്കുന്നു. ഇവിടെ മൃഗങ്ങളുടെ കാര്യമല്ല. ബാബയും കുട്ടികളോടാണ് സംസാരിക്കുന്നത്. പുറത്തുള്ളവരാകട്ടെ ബാബയെ അറിയുന്നതേയില്ല. അപ്പോൾ അവർ എന്തിനെക്കുറിച്ച് സംസാരിക്കുവാനാണ്? ചിലർ പറയും, നമ്മൾ ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നും തന്നെ അറിയുന്നില്ല. ഇരുന്ന് തലതിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കും. 7 ദിവസത്തെ കോഴ്സ് കേട്ടതിന് ശേഷം പോലും ഇത് നമ്മുടെ പരിധിയില്ലാത്ത പിതാവാണ് എന്നതൊന്നും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. ആരാണോ പുരാതന ഭക്തർ, ആരാണോ വളരെയധികം ഭക്തി ചെയ്തിട്ടുള്ളത്, അവരുടെ ബുദ്ധിയിലാകട്ടെ ജ്ഞാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നു. ഭക്തി ചെയ്തത് കുറവാണെങ്കിൽ ബുദ്ധിയിലിരിക്കുന്നതും കുറവായിരിക്കും. നിങ്ങളാണ് ഏറ്റവും അധികം പുരാതന ഭക്തർ. ഭഗവാൻ ഭക്തിയുടെ ഫലം നൽകുന്നതിനായി വരുന്നു എന്ന് മഹിമയുമുണ്ട്. പക്ഷേ ആർക്കും ഇതറിയില്ല. ജ്ഞാനമാർഗവും ഭക്തിമാർഗവും തികച്ചും വ്യത്യസ്തമാണ്. മുഴുവൻ ലോകവും ഭക്തിമാർഗത്തിലാണ്. കോടിയിൽ ചിലരാണ് വന്ന് ഇത് പഠിക്കുന്നത്. വിശദീകരണം വളരെ മധുരമാണ്. 84 ജന്മങ്ങളുടെ ചക്രവും മനുഷ്യർ തന്നെയായിരിക്കുമല്ലോ അറിയുക. നിങ്ങൾ മുൻപ് യാതൊന്നും അറിഞ്ഞിരുന്നില്ല, ശിവനെയും അറിഞ്ഞിരുന്നില്ല. ശിവന്റെ ക്ഷേത്രങ്ങൾ എത്ര അനേകമുണ്ട്. ശിവന്റെ പൂജ ചെയ്യുന്നു, ജലം ഒഴിക്കുന്നു, ശിവായ നമഃ എന്ന് പറയുന്നു. എന്തുകൊണ്ട് പൂജിക്കുന്നു? ഒന്നും അറിയില്ല. ലക്ഷ്മി നാരായണന്മാരെ എന്തുകൊണ്ട് പൂജിക്കുന്നു? അവർ എവിടെ പോയി? ഒന്നും അറിയില്ല. ഭാരതവാസികൾ തന്നെയാണ് തങ്ങളുടെ പൂജ്യരായവരെ തികച്ചും അറിയാത്തത്. ക്രിസ്ത്യൻസിന് അറിയാം, ക്രൈസ്റ്റ് ഇന്ന സംവത്സരത്തിൽ വന്നു എന്നും വന്ന് സ്ഥാപനം ചെയ്തു എന്നും. ശിവബാബയെ ആരും തന്നെ അറിയുന്നില്ല. പതീത പാവനൻ എന്നും ശിവനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണല്ലോ. ആ ഒന്നിൻ്റെ സേവനമാണ് ഏറ്റവും അധികം ചെയ്യുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവാണ്.
നോക്കൂ, നിങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വന്ന് പാവനമാക്കൂ എന്ന് ബാബയെ വിളിക്കുന്നുമുണ്ട്. ക്ഷേത്രത്തിൽ എത്ര പൂജയാണ് ചെയ്യുന്നത്, എത്ര ആർഭാടത്തോടെ എത്ര ചിലവഴിക്കുന്നു. ശ്രീനാഥൻ്റെ ക്ഷേത്രത്തിലും ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിലും പോയി നോക്കൂ, ഒന്നു തന്നെയാണ്. ജഗന്നാഥൻ അഥവാ ജഗത്തിൻ്റെ നാഥൻ്റെ അടുക്കൽ അരിയുടെ നിവേദ്യം അർപ്പിക്കുന്നു. ശ്രീനാഥൻ്റെ അടുക്കലാകട്ടെ വളരെയധികം സാധനങ്ങൾ ഉണ്ടാക്കുന്നു. വ്യത്യാസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം വേണമല്ലോ. ശ്രീനാഥനെയും കറുത്തതാക്കുന്നു, ജഗന്നാഥനെയും കറുത്തതാക്കുന്നു. കാരണം യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ജഗന്നാഥ് എന്ന് ലക്ഷ്മി നാരായണനെ തന്നെ പറയുമോ, അതോ രാധാകൃഷ്ണന്മാരെ പറയുമോ? രാധാകൃഷ്ണന്മാരും ലക്ഷ്മി നാരായണന്മാരും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇതും ആരും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ പൂജ്യ ദേവതമാരായിരുന്നു, പിന്നീട് പൂജാരിയായിരിക്കുന്നു. ചക്രം കറങ്ങി. ഇപ്പോൾ വീണ്ടും ദേവതയാകുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു. ഇത് ഏതെങ്കിലും മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്, ഭഗവാൻ വാചയാണ്. ജ്ഞാനസാഗരമെന്നും ഭഗവാനെയാണ് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഭക്തിയുടെ സാഗരം ധാരാളമുണ്ട്. അവർ പതീത പാവനും ജ്ഞാനസാഗരനുമായ ബാബയെ ഓർമ്മിക്കുന്നു. നിങ്ങൾ പതീതമായി വീണ്ടും പാവനം തീർച്ചയായും ആകണം. ഇത് പതീത ലോകമാണ്, ഇത് സ്വർഗമല്ല. വൈകുണ്ഠം എവിടെയാണ് എന്നതും ആർക്കും അറിയില്ല. വൈകുണ്ഠത്തിൽ പോയി എന്ന് പറയുന്നു, എങ്കിൽ പിന്നെ നരകത്തിൻ്റെ ഭക്ഷണവും മറ്റും നിങ്ങൾ അവരെ എന്തുകൊണ്ട് കഴിപ്പിക്കുന്നു? സത്യയുഗത്തിലാകട്ടെ വളരെയധികം ഫലങ്ങളും പുഷ്പങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നു. ഇവിടെ എന്താണുള്ളത്? ഇത് നരകമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബയിലൂടെ നമ്മൾ സ്വർഗവാസി ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പതീതത്തിൽ നിന്നും പാവനമാകണം. ബാബ യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. കൽപ്പകൽപ്പങ്ങളായി ബാബ യുക്തി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. നിങ്ങൾ തന്നെയാണ് പറയുന്നത്, ബാബ നമ്മൾ 5000 വർഷം മുമ്പും ഇതായിരുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ഈ അമരകഥ ബാബയിൽ നിന്നും കേൾക്കുന്നു എന്ന് നിങ്ങളാണ് അറിയുന്നത്. ശിവ് ബാബയാണ് അമരനാഥൻ. പിന്നെ പാർവതിയെ ഇരുന്ന് കഥ കേൾപ്പിക്കുന്നു ഒന്നുമില്ല, അത് ഭക്തിയാണ്. ജ്ഞാനവും ഭക്തിയും നിങ്ങൾ മനസ്സിലാക്കി. ബ്രാഹ്മണരുടെ പകലും പിന്നെ ബ്രാഹ്മണരുടെ രാത്രിയും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ. ആദിദേവനും ബ്രാഹ്മണനായിരുന്നു. ദേവത എന്ന് പറയുകയില്ല. ആദിദേവന്റെ അടുക്കലും പോകുന്നു. ദേവിമാർക്കും എത്ര പേരാണുള്ളത്. നിങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട്, അതിനാലാണ് നിങ്ങൾക്ക് മഹിമയുള്ളത്. ഭാരതം വൈസ്ലസ് ആയിരുന്നു, പിന്നെ അത് വിഷ്യസായി മാറുന്നു. ഇപ്പോൾ രാവണ രാജ്യമാണല്ലോ. സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ പുരുഷോത്തമരാകുന്നു. നിങ്ങളിൽ ബൃഹസ്പതിയുടെ ദശ അവിനാശിയായി ഇരിക്കുന്നു. അതിനാൽ നിങ്ങൾ അമരപുരിയുടെ അധികാരിയായി മാറുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിനു വേണ്ടി ബാബ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നതിനെയാണ് ബൃഹസ്പതിയുടെ ദശ എന്ന് പറയുന്നത്. നിങ്ങൾ സ്വർഗമാകുന്ന അമരപുരിയിലേക്ക് തീർച്ചയായും പോകും. പിന്നെ പഠനത്തിൽ ദശകൾ കീഴ്മേൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മ തന്നെ മറന്നു പോകുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ. ഗീതയിലുമുണ്ട്, ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്. പഠിക്കുന്നുമുണ്ട്, പക്ഷേ വികാരത്തെ ജയിക്കുന്നില്ല. ഭഗവാൻ എപ്പോഴാണ് പറഞ്ഞത്? 5000 വർഷങ്ങളായി. ഇപ്പോൾ വീണ്ടും ഭഗവാൻ പറയുന്നു, കാമം മഹാശത്രുവാണ്, ഇതിൻ്റെ മേൽ ജയം നേടണം. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്ന ഒന്നാണ്. മുഖ്യമായത് കാമത്തിൻ്റെ കാര്യമാണ്. ഇതിനെക്കുറിച്ച് തന്നെയാണ് പതീതം എന്ന് പറയുന്നത്. ഈ ചക്രം തിരിയുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ പതീതമാകുന്നു, പിന്നെ ബാബ ഒന്ന് പാവനമാക്കി മാറ്റുന്നു ഡ്രാമയനുസരിച്ച്. ബാബ വീണ്ടും വീണ്ടും പറയുന്നു, ഏറ്റവും ആദ്യം
അൽഫിൻ്റെ കാര്യം ഓർമ്മിക്കൂ. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ശ്രേഷ്ഠമാകുന്നത്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ ആദ്യം ശ്രേഷ്ഠമായിരുന്നു, പിന്നെ ഭ്രഷ്ടമായി, ഇപ്പോൾ വീണ്ടും ശ്രേഷ്ഠമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആരെയും ദുഃഖിപ്പിക്കുവാൻ പാടില്ല. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങൾ ഇല്ലാതാകും. പതീത പാവനൻ എന്ന് എന്നെ തന്നെയാണല്ലോ നിങ്ങൾ പറയുന്നത്. പതീത പാവനൻ എങ്ങനെയാണ് വന്ന് പാവനമാക്കി മാറ്റുന്നത് എന്നത് ആർക്കും തന്നെ അറിയില്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് കഴിഞ്ഞ കൽപ്പത്തിലും ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് യോഗ അഗ്നിയാണ്. ഇതിലൂടെ പാപം കത്തിപ്പോകുന്നു. കലർപ്പ് ഇളകുന്നതിലൂടെ ആത്മാവ് പവിത്രമായി മാറുന്നു. കലർപ്പ് സ്വർണത്തിലാണ് ചേർക്കുന്നത്, പിന്നെ ആഭരണവും അങ്ങനെയുള്ളതാകുന്നു. എങ്ങനെയാണ് ആത്മാവിൽ കലർപ്പുണ്ടായത് എന്ന് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു. അതിനെ മാറ്റണം. ബാബയ്ക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ബാബ കുട്ടികളായ നിങ്ങളെ വന്ന് ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. പവിത്രവുമാകണം. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ നമ്മൾ വൈഷ്ണവരായിരുന്നു, പവിത്ര ഗൃഹസ്ഥാശ്രമം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പവിത്രമായി വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു. നിങ്ങൾ ഡബിൾ വൈഷ്ണവരാകുന്നു. സത്യമായ വൈഷ്ണവർ നിങ്ങളാണ്. അവരാകട്ടെ വികാരി വൈഷ്ണവ ധർമ്മത്തിലേതാണ്. നിങ്ങൾ നിർവികാരി വൈഷ്ണവ ധർമ്മത്തിലേതാണ്. ഇപ്പോൾ ഒന്നാമതായി ബാബയെ ഓർമ്മിക്കുന്നു. ബാബയിൽ എന്ത് നോളജ് ഉണ്ടോ അത് നിങ്ങൾ ധാരണ ചെയ്യുന്നു. നിങ്ങൾ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. അവർ രാജാക്കന്മാരാകുന്നത് അല്പകാലത്തേക്കും ഒരു ജന്മത്തേക്കുമാണ്. നിങ്ങളുടെ രാജധാനി 21 തലമുറകൾക്കാണ്. അതായത് മുഴുവൻ യുഗത്തിലൂടെയും കടന്നു പോകുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകില്ല. നിങ്ങൾ കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു. സമയമാകുമ്പോൾ മനസ്സിലാക്കും, ഇപ്പോൾ ഈ പഴയ തോൽ ഉപേക്ഷിച്ച് പുതിയത് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകും. സന്തോഷത്തിൻ്റെ വാദ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും. തമോ പ്രധാന ശരീരം ഉപേക്ഷിച്ച് സദോ പ്രധാന ശരീരം നേടുക എന്നത് സന്തോഷത്തിൻ്റെ കാര്യമാണ്. അവിടെ ആവറേജ്, അതായത് ശരാശരി 150 വർഷം ആയുസ്സുണ്ടായിരിക്കും. ഇവിടെയാകട്ടെ അകാല മൃത്യു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഭോഗിയാണ്. ഏത് കുട്ടികളുടെ യോഗം യഥാർത്ഥമാണോ അവരുടെ സർവ കർമ്മേന്ദ്രിയങ്ങളും യോഗബലത്തിലൂടെ വശത്തായിരിക്കും. പൂർണ്ണമായും യോഗത്തിലിരിക്കുന്നതിലൂടെ കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകുന്നു. സത്യയുഗത്തിൽ നിങ്ങളെ യാതൊരു കർമ്മേന്ദ്രിയങ്ങളും ചതിക്കുന്നില്ല. കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലല്ല എന്ന് ഒരിക്കലും പറയുകയില്ല. നിങ്ങൾ വളരെ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നു. ഇതിനെയാണ് ബൃഹസ്പതിയുടെ അവിനാശി ദശ എന്ന് പറയുന്നത്. വൃക്ഷപതി മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമായ ബാബയാണ്. ബീജം മുകളിലാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതും മുകളിലാണ്. ആത്മാവ് ബാബയെ ഓർമ്മിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് വരുന്നത് തന്നെ ഒരു തവണയാണ്, അമരകഥ കേൾപ്പിക്കുന്നതിനായി. അമരകഥ എന്ന് പറഞ്ഞാലും സത്യനാരായണന്റെ കഥ എന്ന് പറഞ്ഞാലും ആ കഥയുടെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. സത്യനാരായണന്റെ കഥയിലൂടെ നരനിൽ നിന്നും നാരായണനാകുന്നു. അമരകഥയിലൂടെ നിങ്ങൾ അമരമാകുന്നു. ബാബ ഓരോ കാര്യവും ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യോഗബലത്തിലൂടെ തൻ്റെ സർവ കർമ്മേന്ദ്രിയങ്ങളെയും വശപ്പെടുത്തണം. ഒരു വൃക്ഷപതിയായ ബാബയുടെ ഓർമ്മയിലിരിക്കണം. സത്യമായ വൈഷ്ണവൻ, അതായത് പവിത്രമാകണം. രാവിലെ എഴുന്നേറ്റ്
ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന ആദ്യത്തെ പാഠം ഉറപ്പിക്കണം. നമ്മുടെ ആത്മീയ ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദുഃഖത്തിൻ്റെ ലോകം ഇപ്പോൾ മാറേണ്ടതുണ്ട്. ഇങ്ങനെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും സ്മരിച്ചുകൊണ്ടിരിക്കണം. വരദാനം: ഓരോ ഖജനാവിനെയും കാര്യത്തിൽ ഉപയോഗിച്ച് പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന പദമാപദം ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഓരോ സെക്കൻഡും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിൻ്റെ വരദാനം ഡ്രാമയിൽ സംഗമത്തിൻ്റെ സമയത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വരദാനങ്ങളെ സ്വയം പ്രതി ശേഖരിക്കൂ. മറ്റുള്ളവരെ പ്രതി ദാനം ചെയ്യൂ. അതുപോലെ തന്നെ സങ്കല്പങ്ങളുടെ ഖജനാവിനെ, ജ്ഞാനത്തിൻ്റെ ഖജനാവിനെ, സ്ഥൂലധനമാകുന്ന ഖജനാവിനെ കാര്യത്തിൽ വിനിയോഗിച്ച് പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കൂ. കാരണം ഈ സമയത്ത് സ്ഥൂലധനവും ഈശ്വരാർത്ഥം സമർപ്പണം ചെയ്യുന്നതിലൂടെ ഒരു നയാ പൈസ ഒരു രത്നത്തിന് സമാനം വാല്യൂ ഉള്ളതാകുന്നു. അപ്പോൾ ഈ സർവ ഖജനാവുകളെയും സ്വയം പ്രതിയും സേവനത്തെ പ്രതിയും കാര്യത്തിൽ വിനിയോഗിക്കൂ. അപ്പോൾ പദമാപദം ഭാഗ്യശാലിയാകും. സ്ലോഗൻ: എവിടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ടോ അവിടെ സർവരുടെയും സഹയോഗം സഹജമായി പ്രാപ്തമാകുന്നു. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. ഇപ്പോൾ ഈ വിധം ട്രാൻസ്പെറൻറ്റ് അഥവാ സ്വതാര്യമാകൂ. അതിലൂടെ താങ്കളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വിരാജിക്കുന്ന ആത്മാവ് എല്ലാവർക്കും സ്പഷ്ടമായി കാണപ്പെടട്ടെ. താങ്കളുടെ ആത്മീയ സ്വരൂപം അവർക്ക് തൻ്റെ ആത്മീയ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കട്ടെ. ഇതിനെ തന്നെയാണ് അവ്യക്തം അഥവാ ആത്മീയ സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കുക എന്ന് പറയുന്നത്. ഓം ശാന്തി. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ
ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവ ഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഓം ശാന്തി.